ചേട്ടാ, ഇക്കഴിഞ്ഞ ദിവസം കേരളം ഏറെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. ഒറ്റപ്പാലം തോട്ടക്കരയിൽ ദമ്പതികളുടെ കൊലപാതകം. ഒരു ഇരട്ട കൊലപാതകമാണത്. ഉം. സത്യത്തിൽ ആ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം എന്താണ്? 2025 ജനുവരി 18-ാം തീയതി, അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ ഈ ഒറ്റപ്പാലത്തെ തോട്ടക്കരയിലെ നാലകത്ത് നസീർ 78 വയസ്സാണ്, ഭാര്യ സുഹറ. ഉം. ഇവരുടെ വീട്ടിലേക്ക് വന്നു കയറിയ മരുമകൻ, ഇവരുടെ വളർത്തുമകളുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റാഫി, പൊന്നാനി സ്വദേശിയാണ്. ഉം. ഇയാളാണ് ആ വീട്ടിൽ ആ ഒരു രണ്ടുപേരെയും ദാരുണമായിട്ട് കൊലപ്പെടുത്തിയത്. ശരിക്കും ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ രണ്ടുപേർ മാത്രമായിരുന്നില്ല. നമ്മുടെ 2025 ഫെബ്രുവരി 24-ാം തീയതി നമ്മുടെ കേരളമാകെ ഞെട്ടിയ ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അരങ്ങേറിയത്. അഫാൻ എന്ന് പറയുന്ന 21 വയസ്സുകാരൻ, അയാളുടെ കുടുംബത്തിൽ 5 പേരെ 6 മണിക്കൂർ കൊണ്ട് കൂട്ടക്കൊല ചെയ്തതിന് സമാനമായ രീതിയിൽ ഒരു കൂട്ടക്കൊലപാതകമാണ് ഈ മുഹമ്മദ് റാഫിയും പദ്ധതിയിട്ട് അവിടേക്ക് എത്തിയത്. ഇത് പോലീസ് പറയുന്നത് പ്രകാരം ഈ 18-ാം തീയതി രാത്രി ഏകദേശം 12 മണിയോടെ ഈ നസീറിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന മുഹമ്മദ് റാഫി ഈ വീട്ടിലേക്ക് കയറി ഇയാളുടെ മകൻ, സ്വന്തം മകനായിട്ടുള്ള മുഹമ്മദ് ഇഷാനെ വെട്ടി. കയ്യിൽ കരുതിയ മൂർച്ചയേറിയ മാരകായുധം ഉപയോഗിച്ച് ഇയാളുടെ ഈ മകൻ്റെ തോളത്ത് മാരകമായിട്ട് ആക്രമിച്ചു. ഇതിന് തടസ്സം പിടിക്കാനെത്തിയ വൃദ്ധരായ ഈ സുൽഫിയത്ത് എന്ന് പറയുന്നത് ഇയാളുടെ ഭാര്യയാണ്. ഈ ഭാര്യയുടെ മാതാപിതാക്കളെ ആക്രമിക്കുന്നു. ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന പൊന്നാനി സ്വദേശിക്ക് സുൽഫിയത്ത് എന്ന തങ്ങളുടെ വളർത്തുമകളെ വിവാഹം ചെയ്തു കൊടുത്താണ് ഈ നസീറും സുഹറയും. അങ്ങനെ പൊന്നാനിയിലെ ഭർത്തൃ വീട്ടിലേക്ക് പോകുന്ന ഈ സുൽഫിയത്ത് തിരിച്ചറിയുന്നത് തൻ്റെ ഭർത്താവ് മാരകമായ ലഹരി മരുന്നിന് അടിമയാണ്. ഇയാൾക്ക് പ്രദേശത്തെ ലഹരി മരുന്ന് റാക്കറ്റുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഈ യുവതി അതിക്രമങ്ങളുമൊക്കെ നേരിട്ട് വന്നിരുന്നു. അങ്ങനെയാണ് മകനായ മുഹമ്മദ് ഇഷാനോടൊപ്പം ഈ ഒറ്റപ്പാലത്തെ തോട്ടക്കരയിലെ സ്വന്തം വീട്ടിലേക്ക് ഈ യുവതി താമസം മാറ്റുന്നത്. ഇതിനിടെ 8 മാസങ്ങൾക്ക് മുൻപ് പൊന്നാനി കോടതിയിൽ ഇവരുടെ ബന്ധം വേർപിരിയുന്നതിന് വേണ്ടി ഒരു വിവാഹമോചന ഹർജിയും ഈ യുവതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിലെ കോടതി നടപടികൾ പുരോഗമിച്ച് വരുന്നതിനിടെയാണ് ഈ ഒരു ദാരുണമായ സംഭവം അരങ്ങേറിയത്. ഏകദേശം 2 ദിവസങ്ങൾക്ക് മുൻപും ഇവരുടെ കോടതിയിലെ ഈ മുഹമ്മദ് റാഫിയുടെ ആവശ്യം, ഈ കുട്ടി തങ്ങളുടെ സുൽഫിയത്തിൻ്റെയും മുഹമ്മദ് റാഫിയുടെയും കുട്ടിയായ മുഹമ്മദ് ഇഷാനെ പിതാവിനൊപ്പം വിടാൻ കോടതി അനുവദിക്കണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. പക്ഷേ ഈ കുടുംബം ഇത് കോടതിയിൽ എതിർത്തു. കാരണം മാരകമായ ലഹരി മരുന്നിന് അടിമയായി നിരന്തരം അബോധാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പിതാവിനൊപ്പം മകനെ വിട്ടാൽ ആ മകൻ്റെ ഭാവിക്കും ജീവിതത്തിനും അപകടമാകും. അതുകൊണ്ട് തന്നെ മകനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. കോടതിയും ഇതിനോട് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടാണ് വെച്ച് പുലർത്തി പോകുന്നത്. അതിൽ ഇയാൾക്ക് കടുത്ത അമർഷവും വൈരാഗ്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുൻപും ഈ മുഹമ്മദ് റാഫി ഈ തോട്ടക്കരയിലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അന്നും മകനെ കാണണം, ഭാര്യയെ കാണാൻ അനുവദിക്കണം എന്ന ആവശ്യത്തോടെ ഈ മാതാപിതാക്കൾ തടസ്സം നിന്നു. അതിലുള്ള ഒരു പ്രതികാരം കൂടി ലക്ഷ്യമിട്ടാണ് ഇയാൾ ഈ 18-ാം തീയതി രാത്രി 12 മണിയോടെ തോട്ടക്കരയിലെ വീട്ടിലേക്ക് വരുന്നത്. ഈ ദിവസം രാത്രി 12 മണിക്ക് വീടിൻ്റെ പിൻവശത്തെത്തുന്ന മുഹമ്മദ് റാഫി അകത്തേക്ക് പിൻവാതിലൂടെ കയറി വരുന്നു. അവിടെ ഈ കിടപ്പുമുറിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച, അവിടെ സുൽഫിയത്തുണ്ട്, മകനുണ്ട്. ഈ മകനെ ഒരു വാക്കുതർക്കത്തിനൊടുവിൽ മകനെ ആക്രമിക്കുന്നു. മകനെ കയ്യിൽ കരുതിയ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് തോളത്ത് മാരകമായിട്ട് പരിക്കേൽപ്പിക്കുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയതാണ് ഈ നസീറും ഭാര്യ സുഹറയും. ഇരുവരെയും ഈ പ്രതി ക്രൂരമായിട്ട് ആക്രമിക്കുന്നു. ഇത് കണ്ട് ഭയന്ന് സ്വന്തം മകനെയും കൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടിയ മുഹമ്മദ് റാഫിയുടെ ഭാര്യ സുൽഫിയത്ത് ഓടുന്നത് പുറത്തേക്കെത്തുന്ന ഇവർ കുറച്ച് ദൂരം ആ വഴിയിലൂടെ ഓടിയതിന് ശേഷം അവിടെ ഒരു വിവാഹ സൽക്കാരം നടക്കുന്ന വീടിൻ്റെ മുൻപിലെത്തി. അവിടെ യുവാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഇവരോട് താൻ ആക്രമിക്കപ്പെട്ടു, തൻ്റെ മകന് പരിക്കേറ്റിരിക്കുന്നു, തൻ്റെ മാതാപിതാക്കൾ വീട്ടിൽ പരിക്കേറ്റ് കിടപ്പുണ്ട് എന്നിവരോട് പറയുന്നുണ്ട്. അങ്ങനെ യുവാക്കളാണ് ഈ നഗരസഭാ കൗൺസിലറെ ഈ വിവരം അറിയിക്കുന്നു. കൗൺസിലർ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുന്നു. അങ്ങനെ ഈ യുവതിയെയും ഈ കുഞ്ഞിനെയും ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പിന്നീട് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുന്നു. കാരണം മാരകമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സ അനിവാര്യമാണ്. ഇപ്പോഴും ആ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് എന്നാണ് അറിയുന്നത്. അങ്ങനെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ഈ പോലീസ് സംഘം ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന വീട്ടിലേക്ക് എത്തി. ആ സമയം വരെ ഇയാൾ ഈ ഒറ്റപ്പാലം തോട്ടക്കരയിലെ വീടിന് സമീപത്തായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഈ പോലീസ് വന്നു എന്നുറപ്പായപ്പോൾ അതിനു മുൻപ് തന്നെ ഇയാൾ ഈ സുൽഫിയത്തും കുട്ടിയും ഓടുന്ന വഴിയിലേക്ക് ഇറങ്ങി ഈ സമീപത്ത് കണ്ട ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഇതുവഴി പോയിരുന്നു എന്ന് ഇയാളോട് ചോദിക്കുന്നു. അപ്പോൾ ഇയാൾ അറിയുന്നില്ല ഈ വീട്ടിൽ ഇങ്ങനെ ഒരു അതിക്രമം ഇയാൾ ചെയ്തു വെച്ചിട്ടാണ് പുറത്തേക്ക് ഓടി ഈ കുട്ടിയെ തിരക്കുന്നത്, മാതാവിനെ തിരക്കുന്നതെന്ന് ഇയാൾക്കറിയില്ല.
എന്നാലും ഇയാൾ കണ്ടില്ല എന്നൊരു മറുപടി തന്നെയാണ് ഇയാളോട് പറയുന്നത്. അങ്ങനെ പോലീസ് എത്തി, ഈ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഈ വീട് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, രണ്ടുപേർ, അതായത് നസീറും ഭാര്യ സുഹറയും ഈ വീടിൻ്റെ അകത്ത് ക്രൂരമായ ആക്രമണത്തിന് വിധേയരായി മാരകമായ പരിക്കേറ്റ് കിടക്കുന്നതാണ്. ഇവർ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. ഇവരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനിടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടക്കുന്നുണ്ട്. 12 മണി, ഏകദേശം 1 മണിയോടെ പോലീസ് സംഘം അവിടെ എത്തി തിരച്ചിൽ ആരംഭിക്കുന്നു. അപ്പോൾ ഇയാൾ ഈ സമീപത്തൊരു ഖബർസ്ഥാനുണ്ട്, ഈ വീടിനോട് ചേർന്നുള്ള ഒരു കാട്ടുപ്രദേശമാണ്. ഈ കാട്ടുപ്രദേശത്ത് തന്നെ ഒരു പള്ളിയുടെ ഖബർസ്ഥാനുണ്ട്. ഈ പള്ളിക്കാട്ടിലേക്കാണ് ഇയാൾ ഓടിക്കയറുന്നത് കണ്ടതിന് ദൃക്സാക്ഷികളുണ്ട്. ഇങ്ങനെ ഒരാൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. അങ്ങനെ പോലീസും നാട്ടുകാരും ചേർന്ന് ആ രാത്രി തന്നെ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടങ്ങുന്നു. ഏറെ നേരം, മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിനിടെയാണ് ആ സമീപത്തെ ആ കാട്ടിൽ നിന്ന ഒരു ചെടിയിൽ നിന്ന് ചോര ഇറ്റ് വീഴുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു മരത്തിൻ്റെ പിറകിൽ ഒളിഞ്ഞു നിൽക്കുകയായിരുന്ന ഇയാളെ പോലീസ് സംഘം പിടികൂടുന്നതും ഇയാളെ കീഴ്പ്പെടുത്തുന്നതും. ഇയാളെ പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടതാണ്. കാരണം ഒരു കിടത്തി ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ അബോധാവസ്ഥയിലായിരുന്നു. മാരകമായ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകം, കൂട്ടക്കൊലപാതകം, സ്വന്തം മകനും അവരുടെ ഭാര്യയുടെ മാതാപിതാക്കളെയും അടക്കം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇയാൾ വന്നതിന് കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ് എന്നൊരു പ്രാഥമികമായിട്ടുള്ള നിഗമനം തന്നെ ആ അവസരത്തിലുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തുന്നു. ഇയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കത്രികയും പുകയില ഉൽപ്പന്നങ്ങളും അടക്കം പോലീസ് കണ്ടെത്തി. അതിനുശേഷം ഇയാളുടെ രക്തപരിശോധന, ഇയാൾ ലഹരിമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണോ ഈ അക്രമം നടത്തിയതെന്നറിയാൻ പോലീസ് രക്തം ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിന് മുൻപ് തന്നെ ഇയാൾ ഇവരെയും കൂടി, സ്വന്തം മകനെ കൊലപ്പെടുത്തി ഈ ഭാര്യയെയും സുൽഫിയത്തിനെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശം അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ പുറത്തേക്കിറങ്ങി ഇവർ ഈ വഴി പോയിരുന്നു എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഇവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പോലീസ് സംഘം സ്ഥലത്തെത്തി പിടിക്കപ്പെടുമെന്നായപ്പോൾ ഇയാൾ മുഹമ്മദ് റാഫി കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക കൂടി ഉണ്ടായി. പോലീസ് പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ചോര ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ആ ചോര കണ്ടെത്തിയ ആ കാട്ടുപ്രദേശത്താണ് പോലീസ് തിരച്ചിൽ നടത്തുന്നതും ഇയാളെ പിടികൂടുന്നതും. അതിനുശേഷം ആ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ധാരാളം മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട ഉപയോഗം വരുത്തിവെക്കുന്ന ക്രൂരമായ അക്രമങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2025 മാർച്ച് 18 താമരശ്ശേരിയിലെ ഷിബില 23 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ്. ഇവർ ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് 19-ാം വയസ്സിൽ പ്രണയവിവാഹം ചെയ്തതാണ് യാസിർ എന്ന് പറയുന്ന യുവാവിനെ. ഇയാളും ഇത്തരത്തിൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഇയാളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഇയാളുടെ സ്വഭാവത്തിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ ലഹരിമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നു. ഭാര്യയുടെ സ്വർണം വിറ്റ പണം ഉപയോഗിച്ച് ഈ മയക്കുമരുന്നുകൾ വാങ്ങുന്നു. അങ്ങനെ ഇയാളുടെ അതിക്രമവും അക്രമവും സഹിക്കവയ്യാതായപ്പോൾ ഷിബില താമരശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറുന്നു. അങ്ങനെ താമരശ്ശേരിയിലെ വീട്ടിലേക്ക് ഒരു ദിവസം കയറി വരുന്ന, അതായത് മാർച്ച് 18, 2025 മാർച്ച് 18 കയറി വരുന്ന യാസിർ ഈ വീട്ടിൽ സമാനമായ രീതിയിലാണ് ആക്രമണം നടത്തിയത്. ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തുന്നു. ഈ ഷിബിലയുടെ മാതാപിതാക്കളെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം കടന്നു കളയുന്ന ഇയാളെ പിടികൂടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നിന്നാണ് പോലീസ് പിടികൂടുന്നത്. ഇതിന് തൊട്ട് തലേ മാസം ഫെബ്രുവരി 2025 താമരശ്ശേരിയിൽ തന്നെ ഒരു ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലായിരുന്ന ഒരു സ്ത്രീയെ, ഇവരുടെ മകൻ, അമിതമായി ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന ആഷിഖ് എന്ന മകൻ ഈ വീട്ടിൽ കയറി ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്ന മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു സംഭവം, കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മുടെ കേരളത്തെ അടക്കം ഞെട്ടിച്ചാണ്. അപ്പോൾ ധാരാളം സംഭവങ്ങൾ ഈ ലഹരിമരുന്ന് ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഈ 2025 ഫെബ്രുവരി 24 അഫാൻ ചെയ്തു കൂട്ടിയ ക്രൂരത. സ്വന്തം കുടുംബത്തിലെ 5ഓളം പേരെ 6 മണിക്കൂർ നീണ്ട ആസൂത്രണം, ഓരോ കൊലപാതകത്തിന് ശേഷവും നിരന്തരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സന്ദർശിച്ച് അവിടെ പോയി കൊലപ്പെടുത്തി പിന്നീട് ഏറ്റവും ഒടുവിൽ കുളിച്ച് വൃത്തിയായി പോലീസിൽ കീഴടങ്ങുന്നൊരു അവസ്ഥ നമ്മൾ കേട്ടുകേൾവി ഉണ്ടാവാൻ വഴിയില്ല. അത്തരത്തിലൊരു ക്രൂരകൃത്യം. ഈ അഫാൻ പിന്നീട് 2025 മെയ്യിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുണ്ടായി. ഇയാൾ ആ ജയിൽ സെല്ലിൽ വിരിച്ചിരുന്ന ഒരു നമ്മുടെ മുണ്ടുപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. പിന്നീട് കഴുത്തിലെ ഞരമ്പിന് പരിക്കേറ്റ് ഇയാളുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു. വെന്റിലേറ്ററിലായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് അയാൾ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതും ഇപ്പോൾ ജയിലിലേക്ക് മാറിയിരിക്കും. എന്തായാലും അത്തരത്തിൽ തന്നെ അഫാൻ നടപ്പാക്കിയ മാതൃകയിൽ തന്നെ സ്വന്തം ഭാര്യയെയും മകനെയും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടെത്തിയ മുഹമ്മദ് റാഫിയുടെ ക്രൂരത ഒരു ചെറിയ നിമിഷത്തിലാണ് പാളിപ്പോയത്. ആ യുവതിക്കും മകനും ജീവനെങ്കിലും നഷ്ടമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ആ മകനിപ്പോൾ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വന്തം പിതാവിൻ്റെ
അക്രമം നേരിട്ട ആ മകൻ്റെ ജീവിതത്തിൽ ആ ട്രോമ ഉടനീളം ഉണ്ടാവും. എന്തായാലും എല്ലാ ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം ആയിരിക്കും ബാക്കി നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇയാൾ ഈ ക്രൂരമായി ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ദൃക്സാക്ഷിയുണ്ട്. ഇയാളുടെ ഭാര്യ സുൽഫിയത്ത്. എന്തായാലും കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്ക് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.